നമസ്കാരം. ഷെക്കേന ചർച്ച് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാനവികതയുടെ കേന്ദ്രമായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. യഥാർത്ഥ മാനവിക വികാസത്തിനുള്ള വേദികളായി കുടുംബങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് പ്രതിമാസ പ്രാർത്ഥനാ യോഗത്തിൽ പാപ്പ. ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിലുണ്ടായ ചാവേർ സ്ഫോടന പരമ്പരയെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കൈമാറാതെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയും കാണില്ലെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ മാൽക്കം രഞ്ജിത്ത്. ജീവന്റെയും കുടുംബത്തിന്റെയും മൂല്യങ്ങൾക്കായി നിലകൊള്ളുന്ന ലൈഫ് സൈറ്റ് ന്യൂസിന്റെ വാർത്തകൾ ആപ്പിൾ ന്യൂസ് പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്തു. ഒരു പ്രത്യേക വിഭാഗത്തോട് അസഹിഷ്ണുത കാണിക്കുന്നതിനാലാണ് വാർത്തകൾ നീക്കം ചെയ്തതെന്ന് അനൌദ്യോഗിക വിശദീകരണം. 7ാമത് സീറോ മലബാർ നാഷണൽ കൺവെൻഷന് ഹൂസ്റ്റണിൽ തുടക്കം. വഴിയും സത്യവും ജീവനും കണ്ടെത്തിയ തോമസ് ലീഹയുടെ പാരമ്പര്യം ക്രൈസ്തവർ കാത്തുസൂക്ഷിക്കണമെന്ന് കൺവെൻഷനിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. വാർത്തകൾ വിശദമായി. ഓഗസ്റ്റ് മാസം മാനവികതയുടെ കേന്ദ്രമായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഈ മാസത്തെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗവും കുടുംബങ്ങൾക്ക് വേണ്ടിയാണ്. ഓരോ മാസത്തെയും പാപ്പയുടെ നിയോഗങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ലോകവ്യാപകമായ പ്രാർത്ഥനാ ശൃംഖലയാണ് ഓഗസ്റ്റ് മാസത്തെ പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗത്തിന്റെ വീഡിയോ പുറത്തുവിട്ടത്. യഥാർത്ഥ മാനവിക വികാസത്തിനുള്ള വേദികളായി കുടുംബങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് പാപ്പ തന്റെ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. പ്രാർത്ഥനയുടെയും സ്നേഹത്തിന്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളായി കുടുംബങ്ങൾ മാറ്റപ്പെടാനുള്ള തന്റെ പ്രാർത്ഥനാ നിയോഗത്തോട് ചേർന്ന് ക്രൈസ്തവർ ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കണമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു. കുടുംബങ്ങളിലാണ് ഭാവി തലമുറയ്ക്ക് ക്ഷമയുടെയും ത്യാഗത്തിന്റെയും പരിശീലനം നൽകേണ്ടതെന്നും കുടുംബങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ അന്തരീക്ഷം ഉണ്ടാകണമെന്നും പാപ്പ വ്യക്തമാക്കി. para la oración personal y comunitaria. വ്യക്തിപരവും കൂട്ടായ്മപരവുമായ പ്രാർത്ഥനയ്ക്ക് കുടുംബങ്ങൾ പ്രാധാന്യം നൽകണമെന്നും പാപ്പ പറഞ്ഞു. വ്യക്തിഗത വ്യത്യാസങ്ങളെ മറികടന്ന് പരസ്പര ധാരണയിൽ മുന്നേറാനും അസഹിഷ്ണുതാ മനോഭാവങ്ങൾ പിഴുതുമാറ്റാനുമുള്ള പ്രബോധന വേദികളാണ് കുടുംബങ്ങളെന്നും പാപ്പ വിശദീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഈസ്റ്റർ ദിനത്തിലുണ്ടായ ചാവേർ സ്ഫോടന പരമ്പരയെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കൈമാറാതെ ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും താൻ കാണില്ലെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ മാൽക്കം രഞ്ജിത്ത്. ഇപ്പോഴത്തെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേന വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നിലവിലെ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗെ ഉൾപ്പെടെ 4-5 പേരുകൾ വേറെയും കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ കൊളംബോയിലെ 3 ക്രൈസ്തവ ദേവാലയങ്ങളിലും 3 ഹോട്ടലുകളുമായി ഉണ്ടായ ചാവേർ സ്ഫോടനങ്ങളിൽ 258 പേരാണ് കൊല്ലപ്പെട്ടത്. 500ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതേപ്പറ്റി വിവിധ ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകൾ സർക്കാർ പൂഴ്ത്തിവെച്ചിരിക്കുകയാണെന്ന് കർദിനാൾ കുറ്റപ്പെടുത്തി. അവ പ്രസിദ്ധപ്പെടുത്തുക മാത്രമല്ല, കൂട്ടക്കുരുതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ഒരു സ്വതന്ത്ര കമ്മിറ്റിയെ പ്രഖ്യാപിക്കുകയും വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഒളിച്ചു കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പല്ല, സത്യമാണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് കർദിനാൾ പ്രഖ്യാപിച്ചു. സത്യം കണ്ടെത്താനുള്ള പരിശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ആരാണെന്ന് ഭരണകൂടം വ്യക്തമാക്കണം. ശ്രീലങ്ക കണ്ട ഏറ്റവും വലിയ ക്രൂര ദുരന്തത്തിന് കാരണക്കാരായ പലരെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ ഭരണകൂടത്തിന് ആയിട്ടില്ലെന്ന് കർദിനാൾ കുറ്റപ്പെടുത്തി. ദുരന്തത്തെ രാഷ്ട്രീയവൽക്കരിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനാണ് പ്രതിപക്ഷത്തിൻ്റെയും താൽപ്പര്യം. ഈസ്റ്റർ ദിനത്തിലുണ്ടായ കൂട്ടക്കുരുതിയിൽ നിന്ന് ജനത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള അവസരമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ മാറ്റിയിരിക്കുകയാണ് രാഷ്ട്രീയക്കാർ എന്ന് കുറ്റപ്പെടുത്തിയ കർദിനാൾ നട്ടലില്ലാത്ത ഈ സർക്കാർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനിടെ ശ്രീലങ്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നവംബർ 15-നും ഡിസംബർ 7-നും ഇടയ്ക്ക് നടക്കുമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ചെയർമാൻ മഹീന്ദ്ര ദേശപ്രിയ അറിയിച്ചു. നിലവിലെ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുടെ കാലാവധി ജനുവരി 8-നാണ് അവസാനിക്കുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ജീവന്റെയും കുടുംബത്തിന്റെയും മൂല്യങ്ങൾക്കായി നിലകൊള്ളുന്ന ലൈഫ് സൈറ്റ് ന്യൂസിന്റെ വാർത്തകൾ ആപ്പിൾ ന്യൂസ് പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്തു. ഒരു പ്രത്യേക വിഭാഗത്തോട് അസഹിഷ്ണുത കാണിക്കുന്നതിനാലാണ് വാർത്തകൾ നീക്കം ചെയ്തതെന്നാണ് ആപ്പിൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജീവനും മൂല്യങ്ങൾക്കും വേണ്ടി വാദിക്കുന്ന വെബ്സൈറ്റുകളും വീഡിയോകളും വിവിധ സോഷ്യൽ മീഡിയകളും സെർച്ച് എഞ്ചിനുകളും ബോധപൂർവം ഒഴിവാക്കുന്നുവെന്ന പരാതികൾക്കിടയിലാണ് പുതിയ വിവാദം ഉയർന്നിരിക്കുന്നത്. അശ്ലീല വീഡിയോകളും ഭീതി ഉയർത്തുന്ന കൊലപാതക രംഗങ്ങളും വരെ യാതൊരു മടിയുമില്ലാതെ പ്രസിദ്ധീകരിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇത്തരത്തിൽ ജീവിത മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള ദൃശ്യങ്ങളും വാർത്തകളും ഒഴിവാക്കുന്നത്. ഭ്രൂണഹത്യയ്ക്ക് അനുകൂലമായി വാദിക്കുന്ന സംഘടനകളുടെയും മറ്റും എതിർപ്പിനെ തുടർന്നാണ് ഈ നടപടി എന്നാണ് കരുതുന്നത്.
കൂടുതൽ പേരെ ആകർഷിക്കാനായി ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ജീവിത മൂല്യങ്ങളെയും കുടുംബമഹത്വത്തെയും ഒഴിവാക്കുകയുമാണെന്നാണ് ആരോപണം. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ലൈഫ് സൈറ്റ് ന്യൂസിന്റെ വാർത്തകൾ ആപ്പിൾ ന്യൂസ് അടുത്തിടെയാണ് ഉൾപ്പെടുത്തിയത്. എന്നാൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കഴിഞ്ഞ ദിവസം എല്ലാ വാർത്തകളും നീക്കം ചെയ്യുകയായിരുന്നുവെന്ന് ലൈഫ് സൈറ്റ് ന്യൂസ് എഡിറ്റർ ഇൻ ചീഫ് ജോൺ ഹെൻറി വ്യക്തമാക്കി. ആപ്പിളിൽ നിന്നും വ്യക്തമായ കാരണങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ പ്രാഥമികമായി ജീവന്റെ മൂല്യങ്ങൾ ഉയർത്തുന്ന വാദങ്ങളെ കമ്പനി സെൻസർ ചെയ്യുന്നുവെന്നത് വ്യക്തമാക്കുന്നതാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ആരംഭിച്ച ഓൺലൈൻ ഒപ്പുശേഖരണം ഒരു ദിവസത്തിനുള്ളിൽ ഇതിനകം 24,000 കവിഞ്ഞിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. വഴിയും സത്യവും ജീവനും കണ്ടെത്തിയ തോമാസ് ലീഹായുടെ പാരമ്പര്യം ക്രൈസ്തവർ കാത്തുസൂക്ഷിക്കണമെന്ന് സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ഹൂസ്റ്റണിൽ സീറോ മലബാർ നാഷണൽ കൺവെൻഷന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു കർദിനാൾ. വർണ്ണാഭമായ പരിപാടികളോടെയാണ് 7ാമത് സീറോ മലബാർ നാഷണൽ കൺവെൻഷന് ഹൂസ്റ്റണിൽ തുടക്കമായത്. യേശുവിനൊപ്പം മരണത്തിലും പിന്തുടരാമെന്ന തോമാസ് ലീഹായുടെ വിശ്വാസം മുറുകെ പിടിക്കുന്നവരാകാൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടന വേദിയിൽ വിശ്വാസികളെ ആഹ്വാനം ചെയ്തു. This quintessence of our Christian faith we got revealed from Jesus Christ because of our father in faith, St. Thomas the Apostle. So that is the first heritage that we have to keep up, the way of St. Thomas. The truth that we find in that way, and also the life that we gain in that way. And that is the way of St. Thomas Christians or the Syro Malabar Church. ചിക്കാഗോ സീറോ മലബാർ ബിഷപ്പ് മാർ ജേക്കബ് അങ്ങാടിയത്ത് അധ്യക്ഷത വഹിച്ചു. ബിഷപ്പുമാരായ വില്യം ഓക്ക്, ജോസ് കല്ലുവേലിൽ, ജോസഫ് പംപ്ലാനി, ജസ്റ്റിസ് കുര്യൻ ജോസഫ്, കൺവെൻഷൻ ചെയർമാൻ അലക്സാണ്ടർ കുടക്കച്ചിറ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു. വൈവിധ്യമാർന്ന കലാപരിപാടികൾക്ക് പിന്നീട് വേദി സാക്ഷ്യം വഹിച്ചു. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ അണിയിച്ചൊരുക്കിയ മ്യൂസിക്കൽ ഡ്രാമയിൽ ഹൂസ്റ്റൺ സെന്റ് ജോസഫ് ഇടവകയിലെ 300-ലേറെ പേർ അണിനിരന്നു. നാലു ദിവസത്തെ പരിപാടികൾ 4000-ലേറെ വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. കേരളത്തിലെയും അമേരിക്കയിലെയും വിവിധ ആത്മീയ പ്രഭാഷകർ കൺവെൻഷനിൽ സന്ദേശം നൽകും. കുട്ടികൾക്കും യുവജനങ്ങൾക്കും മുതിർന്നവർക്കുമുള്ള സെമിനാറുകളും കലാകായിക പരിപാടികളും കൺവെൻഷനോടനുബന്ധിച്ച് നടക്കും. അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 40 സീറോ മലബാർ ഇടവകളിൽ നിന്നും 45 മിഷനുകളിൽ നിന്നുമുള്ളവരാണ് കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ സർവസജ്ജരായി അർപ്പണബോധമുള്ള മാധ്യമപ്രവർത്തകർ അണിനിരക്കുന്നു. 24 മണിക്കൂറും തത്സമയ വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളുമായി പരസ്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വാർത്താ ചാനൽ. ചേർത്തു പിടിക്കാം നമുക്ക് ചങ്കുറപ്പോടെയുള്ള ഈ ചുവടുവയ്പ്പിനെ. കൈകോർക്കാം മഹത്തായ ഒരു ലക്ഷ്യത്തിനായി. ഷെക്കേന ടെലിവിഷൻ, വിറ്റ്നസ് ഓഫ് ട്രൂത്ത്. നോട്ട് നിരോധനം, GST, ഇരുട്ടടിയായി മഹാപ്രളയവും. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ വാഗ്ദാനങ്ങൾ ജലരേഖയായി. കേരളത്തിലെ ചെറുകിട വ്യാപാര വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. ഷെക്കേന ഇൻസൈറ്റ്സ് ചർച്ച ചെയ്യുന്നു നാളെ രാത്രി 8:30. വീണ്ടും വാർത്തകളിലേക്ക്. ഫിലിപ്പൈൻസിൽ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി പീഡിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് സഭാവിശ്വാസികൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. നോർത്ത് ഫിലിപ്പൈൻസിലെ ആർച്ച് ബിഷപ്പ് സോക്രട്ടീസ് വില്ലേഗാസിനും മറ്റു മെത്രാന്മാരെയും പിന്തുണച്ചാണ് വിശ്വാസികൾ രംഗത്ത് വന്നത്. ആർച്ച് ബിഷപ്പ് വില്ലേഗാസിനൊപ്പം ബിഷപ്പുമാരായ ഹോണസ്റ്റോ എമെരിറ്റൂസ് തിയോഡോറോ,
പാബ്ലോ വിർഗീലിയോ എന്നിവർക്കെതിരെയാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേർഗ് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരിക്കുന്നത്. വരുന്ന ആഴ്ച ഇവർക്കെതിരെ നീതിന്യായ വകുപ്പ് പ്രാഥമിക അന്വേഷണത്തിന് തുടക്കം കുറിക്കും. രാജ്യദ്രോഹ കുറ്റത്തിനൊപ്പം നവമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റവും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആർച്ച് ബിഷപ്പിനും ബിഷപ്പുമാർക്കുമൊപ്പം 36 അൽമായക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. സഭയ്ക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്കും വ്യാജ വാർത്തകൾക്കുമെതിരെ വിശ്വാസികൾ പ്രതികരിക്കുമെന്നും മനില ആർച്ച് ബിഷപ്പ് കർദിനാൾ ഠാക്ലെ പറഞ്ഞു. പ്രസിഡന്റ് റോഡ്രിഗോ ഡുട്ടേർഗിൻ്റെ കുടുംബാംഗങ്ങൾക്ക് മയക്കുമരുന്ന് വ്യാപാരത്തിൽ പങ്കാളിത്തമുണ്ടെന്നുള്ള വാർത്ത പ്രചരിപ്പിച്ചു എന്നാണ് കള്ളക്കേസിന് ആധാരം. കത്തോലിക്ക വിശ്വാസികൾ സത്യത്തിനും നീതിക്കും മനുഷ്യാവകാശങ്ങൾക്കും വേണ്ടി എക്കാലവും നിലനിൽക്കുമെന്ന് ദാഗുബാൻ സഹായമെത്രൻ ഫെഡിലീസ് ലയോഗ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധ യോഗത്തിൽ വ്യക്തമാക്കി. ജൂലൈ 31 ആർച്ച് ബിഷപ്പിനും ബിഷപ്പുമാർക്കും അനുഭാവം പ്രകടിപ്പിച്ച് നടത്തിയ ജാഥയിൽ 3000-ഓളം വിശ്വാസികൾ പങ്കെടുത്തു. ക്രൈസ്തവർ പ്രവർത്തിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടി മാത്രമല്ലെന്നും സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയാണെന്നും ഫിലിപ്പൈൻസിലെ സഭാ നേതൃത്വം വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്. അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയയിൽ അബോർഷൻ നിരക്ക് കുത്തനെ കുറഞ്ഞു. ഗർഭസ്ഥ ശിശുവിൽ ഹൃദയമിടിപ്പ് തിരിച്ചറിയുന്ന ഘട്ടം മുതലുള്ള ഭ്രൂണഹത്യ വിലക്കിക്കൊണ്ടുള്ള ഹാർട്ട് ബീറ്റ് ബിൽ അമേരിക്കയിൽ പാസാക്കുന്നതിന് മുമ്പാണ് വലിയ മാറ്റമുണ്ടായിരിക്കുന്നത്. രാജ്യത്തെ പ്രൊലൈഫ് പ്രവർത്തനം വിജയം കാണുന്നുവെന്ന സൂചനയാണ് നിരക്കിലെ കുറവ് നൽകുന്നത്. ജോർജിയയിലെ പൊതു ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള കണക്കുകൾ ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ അബോർഷൻ നിരക്ക് കഴിഞ്ഞ 25 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ തോതാണിത്. 1994 33,500 അബോർഷൻ നിരക്ക് 2017 27,453 കുറഞ്ഞു. ഇതേ കാലയളവിൽ ജോർജിയയിലെ ജനസംഖ്യ 70 ലക്ഷത്തിൽ നിന്നും 1.4 കോടിയായി ഉയർന്നുവെങ്കിലും അബോർഷൻ നിരക്ക് കുറയുകയായിരുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജോർജിയയിലെ അബോർഷൻ നിരക്കിൽ കുറവ് വന്നിട്ടുണ്ടെന്ന് അബോർഷൻ അനുകൂല ഗവേഷണ സ്ഥാപനമായ ഗുഡ് മാച്ചമും സമ്മതിക്കുന്നു. 2011 2014 ഇടയ്ക്ക് ജോർജിയയിലെ അബോർഷൻ നിരക്കിൽ 7% കുറവാണ് വന്നിട്ടുള്ളത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്. ഇന്തോനേഷ്യയിൽ നാഷണൽ മിഷണറി കോൺഗ്രസിന് ആവേശം പകർന്ന് ഫ്രാൻസിസ് പാപ്പയുടെ വീഡിയോ സന്ദേശം. ജക്കാർത്തയിൽ മെർക്യൂർ കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ച മിഷണറി കോൺഗ്രസ് ആഗസ്റ്റ് 4 സമാപിക്കും. മാമോദീസ സ്വീകരിച്ച ഓരോ ക്രൈസ്തവനും പുളിമാവ് പോലെ സമൂഹത്തിൽ ക്രിസ്തുവിന്റെ സന്ദേശം പ്രചരിപ്പിക്കണമെന്നാണ് പാപ്പയുടെ സന്ദേശത്തിന്റെ മുഖ്യ കാതൽ. സ്നാനമേറ്റ അയക്കപ്പെട്ടവർ എന്ന സമ്മേളനത്തിന്റെ പ്രമേയത്തെക്കുറിച്ചും പാപ്പ സന്ദേശത്തിൽ വിശദീകരിച്ചു. മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെയും സുവിശേഷത്തെയും ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ക്രൈസ്തവർ സമൂഹത്തിൽ അവ പങ്കുവയ്ക്കാൻ അയക്കപ്പെട്ടവരാണെന്ന് പാപ്പ പറഞ്ഞു. ക്രൈസ്തവർ ഒരിക്കലും പിന്മാറ്റത്തിലേക്ക് പോകുന്നവരാകരുതെന്ന് പാപ്പ അനുസ്മരിപ്പിച്ചു. സ്നാനമേറ്റ് അയക്കപ്പെട്ട ക്രൈസ്തവരെ മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും പാപ്പ വ്യക്തമാക്കി. Come io vivo il mio battesimo nella mia vita personale, ma anche come lievito sociale nella società per portare avanti questo messaggio di Gesù. Battezzato e inviato. മിഷനറി ദൗത്യം ഏറ്റെടുത്ത് ധീരതയോടെ മുന്നേറുമ്പോൾ പരിശുദ്ധ മറിയത്തിന്റെ സംരക്ഷണം തേടണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് അനുഗ്രഹം നൽകിയ പാപ്പ തനിക്കായി പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. പോളണ്ടിൽ ക്രൈസ്തവ ദേവാലയങ്ങൾക്കും വൈദികർക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ പോളിഷ് ബിഷപ്സ് കോൺഫറൻസ് ഉത്കണ്ഠ പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 2 മാസത്തിനിടെ പോളണ്ടിൽ ദേവാലയങ്ങൾക്കും വൈദികർക്കുമെതിരെ 12ഓളം ആക്രമണങ്ങളാണ് ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം പ്രസമെസിൽ വയോധികനായ വൈദികന് ക്രൂരമർദ്ദനം നേരിട്ടതോടെയാണ് പോളണ്ട് മെത്രാൻ സമിതി പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ആക്രമണങ്ങൾ ഉത്കണ്ഠയുളവാക്കുന്നതാണെന്ന് പോളണ്ട് മെത്രാൻ സമിതി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സ്റ്റാനിസ് ലോഗാഡെക്കി പറഞ്ഞു. വൈദികനായ അലക്സാണ്ടർ സജെവിസ്കിക്കാണ് കഴിഞ്ഞ ദിവസം സങ്കീർത്തിയിൽ വെച്ച് മർദ്ദനമേറ്റത്. ദിവ്യബലി അർപ്പിക്കാനെത്തിയ വൈദികനെയാണ് സങ്കീർത്തിയിൽ വെച്ച് അക്രമികൾ മർദ്ദിച്ചത്. 1 മാസം മുൻപ് മറ്റൊരു വൈദികന് നേരെയും ആക്രമണം നടന്നു. 2 മാസത്തിനിടെ ക്രൈസ്തവർക്കും സ്ഥാപനങ്ങൾക്കും നേരെ 12 ആക്രമണങ്ങളാണ് ഉണ്ടായത്. ആക്രമണങ്ങളിൽ സ്വവർഗാനുരാഗികൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്ക് വ്യക്തമായിരുന്നു. സ്വവർഗ അനുരാഗികളോടുള്ള സഭയുടെ നിലപാടുകൾക്കെതിരെയുള്ള നീക്കമായാണ് ആക്രമണങ്ങളെ വിലയിരുത്തുന്നത്. ആക്രമണങ്ങളിൽ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് മെത്രാൻ സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. US ബിഷപ്സ് കോൺഫറൻസിന്റെ വക്താവ് ജൂഡി കീൻ രാജിവെച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെയും നേട്ടങ്ങളെയും പ്രകീർത്തിച്ചുകൊണ്ട് അവർ നടത്തിയ ട്വീറ്റുകൾക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ എതിർപ്പുയർന്നിരുന്നു. ജൂഡിയുടെ രാജിക്ക് കാരണം ഇതാണെന്നാണ് കരുതുന്നത്.
US ബിഷപ്സ് കോൺഫറൻസിന്റെ പബ്ലിക് അഫയേഴ്സ് ഡയറക്ടറായി പ്രവർത്തിച്ചു വരികയായിരുന്നു ജൂഡി കീൻ. വ്യക്തിപരമായ അഭിപ്രായം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ട്വിറ്ററിലും ഇതര സമൂഹ മാധ്യമങ്ങളിലും അവർ ഇടപെട്ടുകൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു വിഭാഗം ആളുകൾ അവർക്കെതിരെ തിരിഞ്ഞു. ട്രംപിനെതിരെ CNN അവതാരകൻ വുൾഫ് ബ്ലിറ്റ്സർ നടത്തിയ മോശം പരാമർശങ്ങളെ തുറന്നെതിർക്കാനും ജൂഡി ധൈര്യം കാട്ടി. ഇതോടെ ഡെമോക്രാറ്റുകൾ ഉൾപ്പെടെയുള്ള ലിബറൽ രാഷ്ട്രീയ വിഭാഗങ്ങൾ അവർക്കെതിരെ രംഗത്തു വന്നു. ഇക്കാര്യത്തിൽ ബിഷപ്സ് കോൺഫറൻസ് നിശബ്ദത പാലിക്കുന്നത് ശരിയല്ലെന്നും അക്കൂട്ടർ കുറ്റപ്പെടുത്തി. ആദ്യം തന്നെ വ്യക്തിപരമായി ആക്രമിച്ച രാഷ്ട്രീയക്കാർ ക്രമേണ സഭാ നേതൃത്വത്തെയും ലക്ഷ്യം വെച്ചതാകാം ജൂഡി കീനിന്റെ രാജിക്ക് കാരണം. ഏതായാലും പരസ്യമായ പ്രതികരണത്തിന് അവരോ ബിഷപ്സ് കോൺഫറൻസോ തയ്യാറായിട്ടില്ല. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. അന്തർദേശീയ സീറോ മലബാർ മാതൃവേദിയുടെ ജനറൽ ബോഡി യോഗം തലശ്ശേരിയിൽ സന്ദേശ് ഭവനിൽ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ഞരലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ആത്മീയതയുടെ പരിശീലന കളരി കുടുംബമാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. തലശ്ശേരി അതിരൂപത മാതൃവേദിയുടെ ആതിഥേയത്വത്തിൽ നടന്ന യോഗത്തിൽ അന്തർദേശീയ പ്രസിഡന്റ് ഡോക്ടർ KV റീത്താമ്മ അധ്യക്ഷത വഹിച്ചു. സുരക്ഷിത മാതൃത്വം സുരക്ഷിത തലമുറയ്ക്ക് എന്ന വിഷയത്തിൽ ക്ലാസുകൾ നടന്നു. വാർത്തകൾ അവസാനിക്കും മുമ്പ് പ്രധാന വാർത്തകൾ വീണ്ടും. മാനവികതയുടെ കേന്ദ്രമായ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം. യഥാർത്ഥ മാനവിക വികാസത്തിനുള്ള വേദികളായി കുടുംബങ്ങൾ രൂപാന്തരപ്പെടണമെന്ന് പ്രതിമാസ പ്രാർത്ഥനാ യോഗത്തിൽ പാപ്പ. ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിലുണ്ടായ ചാവേർ സ്ഫോടന പരമ്പരയെ സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് കൈമാറാതെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെയും കാണില്ലെന്ന് കൊളംബോ ആർച്ച് ബിഷപ്പ് കർദിനാൾ ഡോക്ടർ മാൽക്കം രഞ്ജിത്ത്. ജീവന്റെയും കുടുംബത്തിന്റെയും മൂല്യങ്ങൾക്കായി നിലകൊള്ളുന്ന ലൈഫ് സൈറ്റ് ന്യൂസിന്റെ വാർത്തകൾ ആപ്പിൾ ന്യൂസ് പ്ലാറ്റ്ഫോമിൽ നിന്നും നീക്കം ചെയ്തു. ഒരു പ്രത്യേക വിഭാഗത്തോട് അസഹിഷ്ണുത കാണിക്കുന്നതിനാലാണ് വാർത്തകൾ നീക്കം ചെയ്തതെന്ന് അനൌദ്യോഗിക വിശദീകരണം. 7ാമത് സീറോ മലബാർ നാഷണൽ കൺവെൻഷന് ഹൂസ്റ്റണിൽ തുടക്കം. വഴിയും സത്യവും ജീവനും കണ്ടെത്തിയ തോമസ് ലീഹയുടെ പാരമ്പര്യം ക്രൈസ്തവർ കാത്തുസൂക്ഷിക്കണമെന്ന് കൺവെൻഷനിൽ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.